നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 2 ജില്ലകൾ കോൺഗ്രസിനെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ജില്ലകൾ? ഒന്ന് തിരുവനന്തപുരവും മറ്റത് തൃശ്ശൂരും. ഒരു കാലത്ത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ടയായിരുന്നു ഈ 2 ജില്ലകളും. എന്നാൽ ഇപ്പോൾ കഷ്ടിച്ച് ഓരോ സീറ്റുകൾ മാത്രമേ ഈ 2 ജില്ലകളിൽ നിന്നും കോൺഗ്രസിനും UDFിനും ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 2 ജില്ലകളിൽ നിന്നായി ഏകദേശം 10 സീറ്റുകളെങ്കിലും കൈയടക്കിയാൽ മാത്രമേ UDFിന് ഭരണം സ്വപ്നം കാണാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവൂ, നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും. അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉയർന്നു വരുന്നത്. കാരണം തിരുവനന്തപുരത്തും തൃശ്ശൂരും BJP അതിശക്തിയായി കോൺഗ്രസ് മണ്ഡലങ്ങളിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നേമം അടക്കമുള്ള, വട്ടിയൂർക്കാവ് അടക്കമുള്ള, കാട്ടാക്കടയും നെയ്യാറ്റിങ്കരയും പാറശാലയും അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ BJP മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളെല്ലാം വലിയ 100-150 പേർ അടങ്ങുന്ന ബൂത്ത് കമ്മിറ്റികൾ വരെ BJP ഉണ്ടാക്കി കഴിഞ്ഞു. പലയിടത്തും കോൺഗ്രസ് ആകട്ടെ ഒരു 5 പേരെ വിളിച്ചൊരു ബൂത്ത് കമ്മിറ്റി കൂടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം ജില്ലയിൽ കൊടിമൂത്ത നേതാക്കൾ പലരും ഉണ്ടെങ്കിലും അവർക്കൊന്നും താഴെത്തട്ടിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിലും അവരെ കൂട്ടിയോജിപ്പിച്ച് ഒരേ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള നേതൃത്വം തിരുവനന്തപുരം ജില്ലയിലില്ല. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലും. തൃശ്ശൂർ ജില്ലയിലും കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ, മണലൂർ, ഒല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം BJP വൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ആരായിരിക്കും ജയിച്ചു കയറാൻ പോവുക? ഏതായാലും കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥികളല്ല എന്നാണ് CPM BJP നേതൃത്വം പറയുന്നത്. അവിടെയൊക്കെ നാട്ടിക പോലുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വിയർക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് മണ്ഡലങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ. തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ 1000 വോട്ടിന് CPI സ്ഥാനാർത്ഥി ബാലചന്ദ്രൻ ജയിച്ച് MLA ആയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ശക്തനായ BJP സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൃശ്ശൂർ കോൺഗ്രസിനും LDFിനും ഒരുപോലെ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമായി ഏതാണ്ട് 10ഓളം സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നത്. പരമാവധി 4 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ 2 ജില്ലകളിൽ നിന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഒരു സീറ്റ് തൃശ്ശൂർ ജില്ലയിലുണ്ട്, അത് ചാലക്കുടി സീറ്റാണ്. അതിന് കൂടാതെ ഒരു സീറ്റ് കൂടെ ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിച്ചേക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കോവളം സീറ്റ് കോൺഗ്രസിനാണ്. അത് കഴിഞ്ഞ് ഒരു സീറ്റ് കൂടെ കഷ്ടിച്ച് കോൺഗ്രസിന് ലഭിച്ചേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കഷ്ടിച്ചൊരു 4 സീറ്റുകൾ ഈ 2 ജില്ലകളിൽ നിന്നും മാത്രം ഇപ്പോൾ കോൺഗ്രസ് ലഭിക്കുകയുള്ളൂ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്നാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയ പഠനവും സർവേയും വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ അധികാരത്തിലേറുക എളുപ്പമല്ല. ഒരു 80-85 സീറ്റിൽ അധികാരത്തിലേറണമെങ്കിൽ തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകൾ നല്ല പങ്ക് വഹിക്കണം. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്, പേടി സ്വപ്നത്തിൽ ആഴ്ത്തിയിരിക്കുന്നത്. ഈ 2 ജില്ലകളിൽ സംഘടനാ സംവിധാനം ഒട്ടും തന്നെ ഇല്ല എന്നത് സത്യമാണ്. അത് കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ജില്ലകളിൽ നിന്ന് പരമാവധി MLA ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ തലവേദനയും ഭീതിയുമെന്ന് പല കോൺഗ്രസ് നേതാക്കളും തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിലും എന്ത് ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. കാരണം അവിടെ BJPക്കാണ് വോട്ടുകൾ വർദ്ധിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും. BJPയിലേക്ക് പോയ കോൺഗ്രസ് വോട്ടുകളെ തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല. CPMലേക്ക് പോകുന്ന കോൺഗ്രസ് വോട്ടുകളെ പോലെ അല്ല അത്. CPMലേക്ക് പോകുന്ന വോട്ടുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും BJPയിലേക്ക് പോയ വോട്ടുകൾ, അത് കോൺഗ്രസ് വോട്ടുകളാവട്ടെ CPM വോട്ടുകളാവട്ടെ, തിരിച്ചു വരിക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും കോൺഗ്രസിനെ ശരിക്ക് ഭയപ്പെടുത്തുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് ഒരു ചങ്കിടിപ്പുണ്ട്. അവിടെ ഈ 2 ജില്ലകളിലും കോൺഗ്രസിനെ പിടിവിട്ടാൽ അടുത്ത തവണയും അധികാരത്തിൽ വരിക അത്ര എളുപ്പമല്ല.